ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനത്തിന്റെ തൊട്ടടുത്ത് അബിൻ വർക്കി വർക്കാകാത്ത സിസ്റ്റത്തെ പ്രവർത്തന നിരതമായ സിസ്റ്റമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർക്ക് വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ചാനൽ ചർച്ചകളിലെ UDF മുഖം സമരസംഘടനാ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ ലാത്തികളെ നേരിട്ട പോരാട്ട വീരൻ അബിൻ വർക്കി ആറന്മുളയിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലേ? തീർച്ചയായിട്ടും ആറന്മുളയിലെ തിരഞ്ഞെടുപ്പ് വളരെ ആവേശകരമാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാകുന്നത്. ഇന്നലെ റോഡ് ഷോയിലൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തം, അത് പാർട്ടി പ്രവർത്തകരല്ലാതെ തന്നെ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ആ റോഡ് ഷോയിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടി അവർ ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചും സംസ്ഥാനത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും. ഈ ആറന്മുളയിൽ പ്രത്യേകിച്ച് അനുകൂലമാകുന്ന രാഷ്ട്രീയ ഘടകം എന്താണ്? അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ 10 കൊല്ലമായി ആറന്മുള നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകം. അത് വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വർക്കാകാത്ത കുറേ വികസന പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വർക്ക് പൂർത്തീകരിക്കാത്ത പാലങ്ങൾ, വർക്ക് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു നടത്തിയ കുറേ ഉദ്ഘാടനങ്ങൾ, വർക്ക് പൂർത്തീകരിക്കാത്ത സ്റ്റേഡിയം, അതുപോലെ തന്നെ വർക്കാകാത്ത സിസ്റ്റമാണ് കേരളത്തിലുള്ളത് എന്ന് ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടർമാരും പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്കാകാത്ത സിസ്റ്റം വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ്, ഒരു വർക്കാകുന്ന വർക്കഹോളിക്കായ ആറന്മുളയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ജനം പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശബരിമല കൂടി ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ്. ആറന്മുളയുടെ മണ്ണിൽ ചവിട്ടിക്കൊണ്ടാണ് ശബരിമലയിൽ സ്വർണം കട്ടത് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മണ്ണാണ്. ഈ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് ശബരിമലയിലെ സ്വർണം കട്ടെടുത്തവരോട് ശബരിമല അയ്യപ്പൻ്റെ ശാപമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ആറന്മുള വിശ്വാസികളുടെ നാടാണ്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വിശ്വാസികളും, ക്രൈസ്തവ വിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളുമുള്ള മണ്ണാണ്. ഈ മണ്ണിൽ ഭൂരിഭാഗം 99% ആളുകളും വിശ്വാസികളാണ്. അപ്പോൾ ആ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണ് ശബരിമലയിലെ ആചാരലംഘനവും സ്വർണ്ണമോഷണവും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ മറുപടി ആറന്മുളയുടെ മണ്ണ് പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എല്ലാവിധ വിജയ ആശംസകളും. താങ്ക് യു. നാളെ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗം മറ്റൊരു ദിശയിലേക്ക് കൂടി എത്തിച്ചേരും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.